നമസ്കാരം. ഉച്ചവാർത്ത ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. സംസ്ഥാനത്ത് ലോഡ് ഷെഡിംഗ് ഇല്ലെന്നും കറണ്ട് പോകുന്നത് ലോഡ് കൂടുമ്പോഴെന്നും മന്ത്രി കൃഷ്ണൻകുട്ടി. പെട്ടെന്നുണ്ടായ പ്രതിസന്ധിയിൽ വ്യക്തത വരുത്തേണ്ടത് റെഗുലേറ്ററി കമ്മീഷൻ. വൈദ്യുതി വാങ്ങുന്നതിന് കമ്മീഷന്റെ ഭാഗത്തു നിന്ന് നടപടി വൈകിയപ്പോൾ ബോർഡ് ഇടപെട്ടുവെന്നും മന്ത്രി. മിൽമ പാൽവില കൂട്ടാൻ ഡയറക്ടർ ബോർഡ് യോഗത്തിൽ ധാരണ. പെരുമാറ്റച്ചട്ടം അവസാനിച്ച ശേഷം തീയതി തീരുമാനിക്കും. എത്ര രൂപ കൂട്ടണമെന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ലെന്ന് ചെയർമാൻ. വില കൂട്ടാൻ ഹൈക്കോടതി അനുമതി നൽകിയിട്ടുണ്ടെന്നും വൈകുന്നതിന് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യമെന്നും എറണാകുളം യൂണിയൻ. പ്രതിനിധികൾ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി. പശ്ചിമബംഗാളിൽ അവസാനഘട്ട വോട്ടെടുപ്പിൽ മികച്ച പോളിംഗ്. 11 മണി വരെ 39.9% പോളിംഗ്. മിക്ക ബൂത്തുകളിലും സ്ത്രീകളുടെ നീണ്ട നിര. പരക്കെ സംഘർഷം. കേരളം ഉൾപ്പെടെ 5ഇടങ്ങളിലെ എക്സിറ്റ് പോൾ ഫലങ്ങൾ വൈകിട്ട്. മുണ്ടത്തിക്കോട് വെടിക്കെട്ട് അപകടം അന്വേഷിക്കുന്ന ജസ്റ്റിസ് CN രാമചന്ദ്രൻ കമ്മീഷൻ തൃശൂർ രാമനിലയത്തിൽ. കളക്ടറും ഉന്നത ഉദ്യോഗസ്ഥരുമായുള്ള യോഗം അല്പസമയത്തിനുള്ളിൽ. ഗസ്റ്റ് ഹൌസ് പരിസരത്ത് മാധ്യമങ്ങൾക്ക് വിലക്ക്. ലൈംഗികാതിക്രമ കേസിൽ സംവിധായകൻ രഞ്ജിത്തിനെതിരെ തെളിവുണ്ടെന്ന് SIT. നടൻ ബോബി കുര്യനും സഹസംവിധായിക ശാലിനിക്കും ക്ലീൻ ചിറ്റ്. കുറ്റപത്രം ഉടൻ സമർപ്പിക്കും. ബംഗ്ലാദേശിൽ 5ാം പനി ബാധിച്ച് 250 മരണം. വാക്സിനേഷൻ പരിപാടിയിലെ പാളിച്ചയെന്ന് വിലയിരുത്തൽ. അതിർത്തി കടന്നുള്ള രോഗവ്യാപനത്തിന് സാധ്യതയുണ്ടെന്ന് ലോകാരോഗ്യ സംഘടന. ഇന്ത്യക്കും മ്യാൻമാറിനും മുന്നറിയിപ്പ്. സംസ്ഥാനത്ത് ലോഡ് ഷെഡിംഗ് ഇല്ലെന്നും ലോഡ് കൂടുമ്പോഴാണ് കറണ്ട് പോകുന്നത് എന്നും വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു. വൈദ്യുതി പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട് റെഗുലേറ്ററി കമ്മീഷന് വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ എന്ന് വ്യക്തമാക്കേണ്ടത് കമ്മീഷൻ തന്നെയാണെന്നും കമ്മീഷന്റെ ഭാഗത്തു നിന്ന് വൈദ്യുതി വാങ്ങുന്നതിനുള്ള നടപടി വൈകിയപ്പോൾ ബോർഡ് ഇടപെട്ടുവെന്നും മന്ത്രി പറഞ്ഞു. KCയുടെ വിലയിരുത്തിയിട്ടേ പറയാൻ പറ്റുള്ളൂ. എന്ത് കാരണം കൊണ്ടാണ് തടസ്സം നിർത്തി എന്നുള്ളത് ഒരു വിവാദം ഉണ്ടാക്കാനില്ല. അതെന്താ കാരണം എന്നുള്ളത് മനസ്സിലാക്കിയ ശേഷമേ പറയാൻ പറ്റുള്ളൂ. എന്തുകൊണ്ടാണ് കമ്മീഷൻ അങ്ങനെ ഒരു തീരുമാനം എടുത്തത് എന്നുള്ളത് അറിയില്ലല്ലോ. അത് തന്നെ അത് ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ട് ഇല്ല എന്നല്ല ഞാൻ പറയണത്. അതിപ്പോൾ തന്നല്ലോ. ഇപ്പോൾ അവർ ബോധ്യപ്പെടുത്തിയപ്പോൾ അവർ തരുകയും ചെയ്തല്ലോ. പ്രശ്നം അവസാനിച്ചപ്പോൾ ഇന്നലെ തന്നെ റോഡ് ഷെഡിങ് ഇല്ലല്ലോ. അത് കുറച്ച് സമയമുണ്ടുള്ളൂ. ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് മാത്രമേ വന്നുള്ളൂ. ബാക്കിയുള്ളതൊക്കെ മേക്കപ്പ് ചെയ്തു. അത് നിങ്ങൾ റെഗുലേറ്ററി കമ്മീഷൻ എടുത്ത് തന്നെ ചോദിക്കണം. എൻ്റെ അടുത്ത് ചോദിച്ചിട്ട് കാര്യമില്ലല്ലോ. റെഗുലേറ്ററി കമ്മീഷൻ എടുത്ത് നിങ്ങൾ ചോദിക്കാൻ. സംസ്ഥാനത്ത് ചുട്ടുപൊള്ളുന്ന അത്യുഷ്ണത്തിന് ആശ്വാസമാകുന്നു. ഇന്ന് വേനൽ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ അതിശക്തമായ മഴ മുന്നറിയിപ്പുണ്ട്. കണ്ണൂരും കാസർഗോഡും നാളെ യെല്ലോ അലർട്ടാണ്. പശ്ചിമബംഗാളിൽ അവസാനഘട്ട വോട്ടെടുപ്പിൽ മികച്ച പോളിംഗ്. 11 മണി വരെ 39.9% പോളിംഗ് രേഖപ്പെടുത്തി. മിക്ക ബൂത്തുകളിലും സ്ത്രീകളുടെ നീണ്ട നിരയാണ്. വോട്ടെടുപ്പിനോടനുബന്ധിച്ച് ബംഗാളിൽ കനത്ത സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. പലയിടത്തും സംഘർഷം. ബസന്തി നിയമസഭാ മണ്ഡലത്തിലെ BJP സ്ഥാനാർത്ഥി വികാസ് സർദറിനെ ആക്രമിച്ചു. കേരളം ഉൾപ്പെടെ 5ഇടങ്ങളിലെ എക്സിറ്റ് പോൾ ഫലങ്ങൾ ഇന്ന് വൈകിട്ട് പുറത്തുവരും. കൂടുതൽ വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുകയാണ്. ജിഷ്ണു, ബംഗാളിലെ അവസാനഘട്ട വോട്ടെടുപ്പ് എങ്ങനെയാണ് പോളിംഗ് പുരോഗമിക്കുന്നത്? പശ്ചിമ ബംഗാളിൽ അവസാനഘട്ട വോട്ടെടുപ്പ് പുരോഗമിക്കുമ്പോൾ 11 മണി വരെയുള്ള കണക്കുകളാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഔദ്യോഗികമായി പുറത്തുവിട്ടിട്ടുള്ളത്. 40% പോളിംഗ് ആണ് 11 മണി വരെ രേഖപ്പെടുത്തിയത്. അതായത് മികച്ച പോളിംഗ് 2ാം ഘട്ടത്തിലും തുടരുന്നു. ആദ്യഘട്ടത്തിൽ 93%. രാജ്യത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ തന്നെ ഏറ്റവും ഉയർന്ന പോളിംഗ് ആയിരുന്നു പശ്ചിമ ബംഗാളിൽ ആദ്യഘട്ടത്തിൽ രേഖപ്പെടുത്തിയത്. അതിന് സമാനമായി ഉയർന്ന പോളിംഗ് 2ാം ഘട്ടത്തിലും ഉണ്ടാകുമെന്ന വിലയിരുത്തലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനും രാഷ്ട്രീയ പാർട്ടികളും ഉള്ളത്. പ്രധാനപ്പെട്ട മണ്ഡലങ്ങൾ പരിശോധിക്കുമ്പോൾ
ഇതിൽ ഏറ്റവും ഹൈലൈറ്റ് ഭവാനിപ്പൂർ തന്നെയാണ്. മുഖ്യമന്ത്രി മമതാ ബാനർജിയും പ്രതിപക്ഷ നേതാവ് സുവേന്ദു അധികാരിയും സംസ്ഥാനത്തെ രാഷ്ട്രീയ ചിത്രം പോലെ തന്നെ BJPയും തൃണമൂലും നേർക്കുനേർ ഏറ്റുമുട്ടുന്നതിന്റെ ഏറ്റവും രൂക്ഷമായ പോര് നടക്കുന്നത് ഭവാനിപ്പൂരിലാണ്. കൂടാതെ രണ്ടാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളിൽ ഭൂരിപക്ഷവും കഴിഞ്ഞ തവണ അല്ലെങ്കിൽ കഴിഞ്ഞ കാലങ്ങളിൽ തൃണമൂൽ കോൺഗ്രസിനൊപ്പം അടിയുറച്ചു നിൽക്കുന്ന ന്യൂനപക്ഷ വോട്ടുകൾ കൂടുതലായുള്ള മേഖലകളാണ്. ഇവിടങ്ങളിൽ തൃണമൂൽ കോട്ടകൾ വിള്ളൽ വീഴ്ത്തിക്കൊണ്ട് മണ്ഡലങ്ങൾ പിടിച്ചെടുത്താൽ മാത്രമായിരിക്കും സംസ്ഥാനത്ത് BJPക്ക് അധികാരത്തിലെത്താൻ സാധിക്കുക. അതല്ലെങ്കിൽ രണ്ടാം ഘട്ടത്തിൽ ഈ മണ്ഡലങ്ങളിൽ ഭൂരിപക്ഷവും നേടിയെടുക്കാൻ നിലനിർത്താൻ തൃണമൂലിന് സാധിച്ചാൽ ഒരു ഭരണ തുടർച്ച ബംഗാളിൽ ഉണ്ടാകും. അതുകൊണ്ട് കടുത്ത പോരാട്ടം നടന്ന മണ്ഡലങ്ങളിൽ അതിനനുസൃതമായി തന്നെ മികച്ച പോളിംഗ് ആണ് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. നിരവധി സ്ഥലങ്ങളിൽ ഇതിനോടകം അക്രമ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ബസന്തി നിയമസഭാ മണ്ഡലത്തിൽ BJP സ്ഥാനാർത്ഥി ബികാസ് സർദാറിനെ ആക്രമിക്കുകയും വാഹനം അടിച്ചു തകർക്കുകയും ചെയ്തിട്ടുണ്ട്. നോർത്ത് 24 പർഗാനസിൽ വോട്ടിംഗ് മെഷീന്റെ തകരാറ് കാരണം നിരവധി സമയം വോട്ടിംഗ് നടക്കാതിരിക്കുകയും അത് വാക്കുതർക്കത്തിനും സംഘർഷത്തിനും കാരണമായി. ഡയമണ്ട് ഹാർബർ മേഖലയിലെ ഫാൾട്ടയിൽ വോട്ടിംഗ് മെഷീനിൽ BJPയുടെ ചിഹ്നം സെല്ലോ ടാപ്പ് വെച്ച് മറച്ചു എന്നാരോപിച്ചുകൊണ്ട് BJP തൃണമൂൽ പ്രവർത്തകർ തമ്മിൽ ഏറ്റുമുട്ടുകയും അത് സംഘർഷത്തിന് വഴിവെച്ചു. ആദ്യഘട്ടത്തിലും സമാനമായിട്ടുള്ള സംഘർഷങ്ങൾ ഉണ്ടായിരുന്നു. സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ കേന്ദ്രസേനയെ വിന്യസിച്ചുകൊണ്ട് കനത്ത സുരക്ഷാ വലയത്തിലാണ് വോട്ടെടുപ്പ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. 11 മണിവരെയുള്ള കണക്കുകൾ പ്രകാരം തന്നെ 39% മുകളിലേക്ക് പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം വോട്ടെടുപ്പ് അവസാനിക്കുന്നതോടുകൂടി 6:30-ക്ക് ശേഷം ബംഗാളും അസമും കൂടാതെ പുതുച്ചേരിയും തമിഴ്നാടും കേരളവും ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തുവരും. ഈ സംസ്ഥാനങ്ങളിലെ ജനങ്ങൾ എങ്ങനെ ചിന്തിച്ചു എന്നതിന്റെ ഒരു സൂചന നൽകുന്നതായിരിക്കും. വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത് പശ്ചിമ ബംഗാളിൽ അവസാനഘട്ട വോട്ടെടുപ്പ് പുരോഗമിക്കുകയാണ്. തിരുവനന്തപുരത്ത് ഇപ്പോൾ ജലവിഭവ മന്ത്രി ശ്രീ റോഷി അഗസ്റ്റൻ മാധ്യമങ്ങളോട് സംസാരിക്കുന്നു. തത്സമയത്തിലേക്ക് പൂർത്തിയാവുന്നതോടുകൂടി തന്നെ അവിടുത്തെ ആ വിഷയങ്ങൾ പരിഹരിക്കാൻ കഴിയുന്ന ഒരു സ്ഥിതിവിശേഷം ആ നിലയിലുമുണ്ട്. ഇനി അതോടൊപ്പം എറണാകുളം മേഖലയിലേക്ക് വന്നാൽ മേയർ വിഷയങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. എറണാകുളത്തെ പൊതുവിലുള്ള വിഷയങ്ങൾ ആ നിലയിൽ സൂചിപ്പിച്ചെങ്കിലും പൂർണ്ണമായും അവിടെ വലിയ വിഷയങ്ങൾ രൂപപ്പെട്ടു വരുന്ന സ്ഥിതിവിശേഷം റിപ്പോർട്ടിങ്ങിൻ്റെ ഭാഗമായി കാണാൻ കഴിഞ്ഞില്ല. എന്നാൽ അവിടെ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ആ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള നടപടികളും ഇതിനോടകമായി തന്നെ സ്വീകരിച്ചിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും തൃക്കാക്കര, നായരമ്പലം, കടമക്കുഴി മേഖലയിൽ 4 ദിവസത്തിലൊന്നായിരുന്നു അവിടെ കുടിവെള്ളം കൊടുക്കാൻ കഴിഞ്ഞിരുന്നത്. അത് ജലക്ഷാമം രൂക്ഷമുള്ള മേഖലയാണ്. അത് വർക്ക് അറേഞ്ച് ചെയ്താണ് കൊടുത്തിരുന്നത്. അവിടെ ഉണ്ടായ വിഷയം പരിഹരിക്കാൻ ആവശ്യമായ നിർദ്ദേശം കൊടുത്തു. അത് പരിഹരിക്കാൻ സാധിച്ചു. സംസ്ഥാനത്തെ വരൾച്ചയുടെ സാഹചര്യത്തിൽ ജലവിഭവ മന്ത്രി റോഷി അഗസ്റ്റൻ തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങളാണ് കണ്ടത്. മറ്റു വാർത്തകൾ നോക്കാം. ജുഡീഷ്യൽ കമ്മീഷൻ ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ തൃശൂർ രാമനിലയത്തിൽ എത്തി. കളക്ടറും ഉന്നത ഉദ്യോഗസ്ഥരുമായി നടക്കുന്ന യോഗത്തിന് ശേഷം മെഡിക്കൽ കോളേജിൽ എത്തി മുണ്ടത്തിക്കോട് ദുരന്തത്തിൽ പരിക്കേറ്റവരെ സന്ദർശിക്കും. മുണ്ടത്തിക്കോടെത്തി ദുരന്ത സ്ഥലവും അന്വേഷണ കമ്മീഷൻ കാണും. യോഗം നടക്കുന്ന രാമനിലയത്തിൽ മാധ്യമങ്ങൾക്ക് വിലക്കുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ഹരീഷ് ചേരുകയാണ്. ഹരീഷ്, ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായരുടെ യോഗം, ജുഡീഷ്യൽ കമ്മീഷന്റെ യോഗം നടക്കുകയാണോ ഇപ്പോൾ രാമനിലയത്തിൽ? മായ, ഇപ്പോൾ രാമനിലയത്തിലാണ് ഈ ഒരു ജുഡീഷ്യൽ കമ്മീഷനും അതുപോലെ തന്നെ കളക്ടർ അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥരും ചേരുന്ന യോഗം നടക്കുന്നത്. ഈ മുണ്ടത്തിക്കോട് ദുരന്തവുമായി ബന്ധപ്പെട്ട ഏറ്റവും സുപ്രധാന യോഗമാണ് ഇപ്പോൾ രാമനിലയത്തിൽ നടക്കുന്നത്. പക്ഷേ മാധ്യമപ്രവർത്തകരെ അങ്ങോട്ടേക്ക് പ്രവേശിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇവിടെ ഈ രാമനിലയത്തിനകത്ത് മാധ്യമ വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ്. അങ്ങോട്ട് കടക്കേണ്ടതില്ല എന്നുള്ളതാണ് കമ്മീഷണറുടെ ഉത്തരവാണ് എന്നാണ് പോലീസ് അറിയിച്ചത്. പക്ഷേ ഈ ജുഡീഷ്യൽ കമ്മീഷനുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം അത് അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് പറഞ്ഞത്. മാധ്യമ വിലക്ക് അറിഞ്ഞിട്ടില്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ കമ്മീഷണറാണ് ഇത്തരത്തിലൊരു വിലക്ക് ഏർപ്പെടുത്തിയത്. നിലവിൽ ഇപ്പോൾ യോഗം പുരോഗമിക്കുകയാണ്. ഒരുപക്ഷെ മണിക്കൂറുകൾ താമസമെടുക്കും ഈ ഒരു യോഗം കഴിയാൻ. അതിൽ നിർണായക തീരുമാനങ്ങൾ എടുക്കേണ്ടതുള്ളത് കൊണ്ട് തന്നെ ഒരുപക്ഷെ മണിക്കൂറുകൾ പിടിക്കും. അല്പസമയം മുൻപാണ് അദ്ദേഹം കൊച്ചിയിൽ നിന്നും ഇങ്ങോട്ടേക്ക് രാമനിലയത്തിലേക്ക് എത്തിയത്. കളക്ടർ അടക്കമുള്ള ഉദ്യോഗസ്ഥർ ഇവിടെയുണ്ട്. ഇവരുമായി വലിയ രീതിയിലുള്ള ഒരു ചർച്ചയ്ക്ക് ശേഷം അദ്ദേഹം ഈ മെഡിക്കൽ കോളേജിൽ പോയി രോഗികളെ, ഈ ഒരു ചികിത്സയിൽ കഴിയുന്ന, അപകടത്തിൽ പരിക്കുപറ്റി ചികിത്സയിൽ കഴിയുന്ന ആളുകളെ കാണും. അവരുമായി സംസാരിക്കും. മാത്രമല്ല അപകടത്തിൽ രക്ഷപ്പെട്ട ആളുകളുടെ മൊഴിയും എടുത്തത്. അതിനുശേഷമായിരിക്കും ഈ ദുരന്ത ഭൂമിയിലേക്ക്, മുണ്ടത്തിക്കോട് ഈ അപകടം സംഭവിച്ച ആ ഒരു സ്ഥലത്തേക്ക് അദ്ദേഹം പോവുക. അവിടെയും വലിയ രീതിയിലുള്ള ഒരു പരിശോധന അല്ലെങ്കിൽ അത്തരത്തിലുള്ള നടപടികളിലേക്ക്
കടക്കും. പോലീസ് ഉദ്യോഗസ്ഥരും കളക്ടറും അടങ്ങുന്ന സംഘമായിരിക്കും അങ്ങോട്ടേക്ക് എത്തുക. അതിനുശേഷമായിരിക്കും ഇതിൽ കൂടുതൽ ഒരു സുപ്രധാന മറുപടി അല്ലെങ്കിൽ കൂടുതൽ വ്യക്തത അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാവുക എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ഈ സുപ്രധാന യോഗം നടക്കുന്ന അങ്ങോട്ടേക്ക് മാധ്യമങ്ങളെ പ്രവേശിപ്പിച്ചിട്ടില്ല. രാമമന്ദിരത്തിന് പുറത്താണ് മാധ്യമങ്ങളോട് നിൽക്കാൻ പറഞ്ഞത്. ഒരുപക്ഷെ ഇത് ആദ്യമായിട്ടായിരിക്കും രാമമന്ദിരത്തിലേക്ക് മാധ്യമങ്ങളെ പടിക്ക് പുറത്ത് നിർത്തിയിട്ടുള്ള ഒരു യോഗം നടക്കുന്നത്. എന്തായാലും വരും മണിക്കൂറുകളിൽ ഇതിന്റെ കൂടുതൽ വ്യക്തത വരും. എന്തൊക്കെയാണ് സുപ്രധാന തീരുമാനങ്ങൾ, പുതിയ കണ്ടെത്തലുകൾ എന്തൊക്കെയാണ്, ഇനി ഏതൊക്കെ രീതിയിലായിരിക്കും ഈ അന്വേഷണം മുന്നോട്ട് പോവുക എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത വരും. അതിനുള്ള യോഗമാണ് നടക്കുന്നത്. ശരി, ഹരീഷാണ് വിവരങ്ങൾ നൽകിയത്. കമ്മീഷൻ ജസ്റ്റിസ് CN രാമചന്ദ്രൻ യോഗത്തിന് ശേഷം, രാമനാഥിൽ നടക്കുന്ന യോഗത്തിന് ശേഷം മെഡിക്കൽ കോളേജിലെത്തി മുണ്ടത്തിക്കോട് ദുരന്തത്തിൽ പരിക്കേറ്റവരെ സന്ദർശിക്കും. ഇപ്പോഴും യോഗം നടക്കുന്ന രാമനിലയത്തിലേക്ക് മാധ്യമങ്ങളെ കയറ്റിയിട്ടില്ല. ഹരീഷാണ് വിവരങ്ങൾ നൽകിയത്. സംവിധായകൻ രഞ്ജിത്തിനെതിരായ ലൈംഗിക അതിക്രമ കേസിൽ അന്വേഷണം പൂർത്തിയായെന്ന് പ്രത്യേക അന്വേഷണ സംഘം. ലൈംഗിക അതിക്രമത്തിന് തെളിവുണ്ടെന്ന് SIT കണ്ടെത്തി. കേസിൽ ഉടൻ കുറ്റപത്രം നൽകും. അതേസമയം ജാമ്യ വ്യവസ്ഥയിൽ ഇളവ് ആവശ്യപ്പെട്ട് രഞ്ജിത്ത് കോടതിയെ സമീപിക്കും. യുവനടിയുടെ പരാതിയിൽ സംവിധായകൻ രഞ്ജിത്തിനെതിരായ കേസിലാണ് അന്വേഷണം പൂർത്തിയായത്. കേസിൽ കുറ്റപത്രം തയ്യാറാക്കി വരികയാണെന്നും ഉടൻ കുറ്റപത്രം സമർപ്പിക്കുമെന്നും പ്രത്യേക അന്വേഷണ സംഘം അറിയിച്ചു. രഞ്ജിത്തിനെതിരെ ലൈംഗിക അതിക്രമത്തിന് തെളിവുണ്ടെന്നാണ് SITയുടെ കണ്ടെത്തൽ. കേസിൽ കൂടുതൽ വകുപ്പുകൾ ഉൾപ്പെടുത്തിയിട്ടില്ല. അതിജീവിതയെ രഞ്ജിത്ത് ഭീഷണിപ്പെടുത്തിയതായി വിവരമില്ലെന്നും SIT അറിയിച്ചു. എന്നാൽ കേസിന് മുൻപ് ചില ഒത്തുതീർപ്പ് ശ്രമങ്ങൾ നടന്നതായി വിവരമുണ്ട്. അതിനിടെ വീണ്ടും കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് രഞ്ജിത്ത്. ജാമ്യ വ്യവസ്ഥയിൽ ഇളവ് ആവശ്യപ്പെട്ടാണ് രഞ്ജിത്ത് കോടതിയെ സമീപിക്കുക. ജില്ല വിട്ട് പുറത്തുപോകാൻ അനുമതി വേണമെന്നതടക്കം രഞ്ജിത്ത് കോടതിയിൽ ഉന്നയിക്കും. ജാമ്യ വ്യവസ്ഥയിൽ ഇളവ് ആവശ്യപ്പെട്ടുള്ള ഹർജി നാളെ നൽകും. ജനുവരി 30 ഫോർട്ട് കൊച്ചിയിൽ സിനിമാ ഷൂട്ടിങ്ങിനിടെ ഒരു കാരവനിൽ വെച്ച് രഞ്ജിത്ത് ലൈംഗികമായി പീഡിപ്പിക്കാൻ ശ്രമിച്ചുവെന്നതാണ് യുവതിയുടെ പരാതി. പരാതിക്ക് പിന്നാലെ മാർച്ച് 31 ഇടുക്കിയിൽ നിന്ന് രഞ്ജിത്തിനെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ആദ്യം 14 ദിവസത്തെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ട രഞ്ജിത്തിനെ പിന്നീട് 3 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ ചോദ്യം ചെയ്തിരുന്നു. ഏപ്രിൽ 10 ആരോഗ്യപരമായ കാരണങ്ങൾ മുൻനിർത്തി കർശന വ്യവസ്ഥകളോടെ ജാമ്യം അനുവദിക്കുകയായിരുന്നു. അമൃത ന്യൂസ്, കൊച്ചി. ബംഗ്ലാദേശിനെ കടുത്ത ആരോഗ്യ പ്രതിസന്ധിയിലാക്കി അഞ്ചാം പനി വ്യാപനം കൂടുന്നു. കുട്ടികൾ ഉൾപ്പെടെ 250 പേരാണ് ഇതുവരെ രോഗബാധയെ തുടർന്ന് മരിച്ചത്. അയൽരാജ്യമായ ബംഗ്ലാദേശിലെ ഗുരുതര സാഹചര്യം ഇന്ത്യക്കും മ്യാൻമാറിനും വലിയ ഭീഷണിയാണെന്നും അതിർത്തി കടന്നുള്ള രോഗവ്യാപനത്തിന് ഉയർന്ന സാധ്യതയുണ്ടെന്നും ലോകാരോഗ്യ സംഘടന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ബംഗ്ലാദേശിലെ ആരോഗ്യവകുപ്പിന്റെയും വാക്സിനേഷൻ പരിപാടികളുടെയും ഭാഗത്തുനിന്നുണ്ടായ ഗുരുതരമായ പാളിച്ചകളാണ് പ്രശ്നത്തിന് പിന്നിലെ പ്രധാന കാരണം. രാഷ്ട്രീയ അസ്ഥിരതയും ഭരണപരമായ കെടുകാര്യസ്ഥതയും കാരണം 2025 വാക്സിനേഷൻ എടുത്ത കുട്ടികളുടെ നിരക്ക് 59.6% കുറഞ്ഞു. 2020 ശേഷം രാജ്യത്ത് കാര്യക്ഷമമായ രീതിയിലുള്ള വാക്സിനേഷൻ യജ്ഞങ്ങൾ നടക്കാത്തത് സമൂഹത്തിൽ രോഗപ്രതിരോധ ശേഷി കുറയാനിടയാക്കി. 1 വയസ്സിനും 14 വയസ്സിനും ഇടയിലുള്ള കുട്ടികളിലാണ് 91% കേസുകളും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എന്നത് സ്ഥിതിവിവര കണക്കുകളിലെ ആശങ്ക വർദ്ധിപ്പിക്കുന്നു. മാർച്ചിൽ മാത്രം 43 മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തപ്പോൾ അഞ്ചാം പനിയാണെന്ന് സംശയിക്കപ്പെടുന്ന മരണങ്ങളുടെ എണ്ണം 216 കടന്നതായി വിവിധ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. കുട്ടികൾ ഉൾപ്പെടെ 250 പേരാണ് ഇതുവരെ രോഗബാധയെ തുടർന്ന് മരിച്ചത്. അയൽരാജ്യമായ ബംഗ്ലാദേശിലെ ഈ ഗുരുതര സാഹചര്യം ഇന്ത്യക്കും മ്യാൻമറിനും വലിയ ഭീഷണിയാണെന്നും അതിർത്തി കടന്നുള്ള രോഗവ്യാപനത്തിന് ഉയർന്ന സാധ്യതയുണ്ടെന്നും ലോകാരോഗ്യ സംഘടന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ധാക്ക, ചട്ടോഗ്രാം തുടങ്ങിയ പ്രധാന നഗരങ്ങൾ അന്താരാഷ്ട്ര യാത്രാ കേന്ദ്രങ്ങളായതിനാൽ വിദേശ യാത്രക്കാർ വഴി രോഗം മറ്റ് രാജ്യങ്ങളിലേക്ക് പടരാൻ സാധ്യതയുണ്ട് എന്ന് ഏപ്രിൽ 23 പുറത്തിറങ്ങിയ ലോകാരോഗ്യ സംഘടനയുടെ റിപ്പോർട്ടിൽ പ്രത്യേകം പരാമർശിക്കുന്നുണ്ട്. തെക്ക് കിഴക്കൻ ഏഷ്യൻ മേഖലയിൽ പൊതുവെ അഞ്ചാം പനി കേസുകൾ വർദ്ധിച്ചു വരുന്ന പശ്ചാത്തലത്തിൽ പുതിയ പ്രാദേശിക വ്യാപനങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. 2026 അവസാനത്തോടെ രാജ്യത്ത് നിന്ന് അഞ്ചാം പനിയും റുബല്ലയും പൂർണ്ണമായും തുടച്ചു നീക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇന്ത്യ മുന്നോട്ടു പോകുന്നത്. എങ്കിലും അതിർത്തി സംസ്ഥാനങ്ങളിൽ നിരീക്ഷണം ശക്തമാക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്. മിൽമ പാൽ വില കൂട്ടാൻ ഡയറക്ടർ ബോർഡ് യോഗത്തിൽ ധാരണയായി. പെരുമാറ്റച്ചട്ടം അവസാനിച്ച ശേഷം തീയതി തീരുമാനിക്കും. എത്ര രൂപ കൂട്ടുമെന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ലെന്ന് മിൽമ ചെയർമാൻ KS മണി പറഞ്ഞു. അതിനിടെ യോഗത്തിൽ നിന്ന് എറണാകുളം യൂണിയൻ പ്രതിനിധികൾ ഇറങ്ങിപ്പോയി. വില കൂട്ടാൻ ഹൈക്കോടതി അനുമതി നൽകിയിട്ടുണ്ടെന്നും തീരുമാനം വൈകുന്നതിന് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യമെന്നും എറണാകുളം യൂണിയൻ ചെയർമാൻ CN വത്സൻപിള്ള ആരോപിച്ചു. നമ്മൾ അജണ്ട വെച്ച് ഇന്നത്തെ ഭരണസമിതി യോഗത്തിൽ ചർച്ച ചെയ്യാനായിട്ട് വച്ചിരുന്നു. അതോടൊപ്പം തന്നെ പെരുമാറ്റച്ചട്ടം നിലവിലുള്ളതുകൊണ്ട് പെരുമാറ്റച്ചട്ടം ഒന്ന് റിലാക്സ് ചെയ്ത് തരുന്നതിന് വേണ്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷന് നമ്മൾ കത്തും കൊടുത്തു.
പക്ഷേ ഇന്ന് വരെ നമ്മൾ ബോർഡ് യോഗം തുടങ്ങുന്നത് വരെ തന്നെ പെരുമാറ്റച്ചട്ടം റിലാക്സ് ചെയ്തിട്ടുള്ളൊരു ഉത്തരവ് വരാത്ത സാഹചര്യത്തിൽ അടുത്ത പെരുമാറ്റച്ചട്ടം കാലാവധി കഴിഞ്ഞതിന് ശേഷം ഒരു ഭരണസമിതി യോഗം ചേർന്ന് ഉചിതമായ തീരുമാനം എടുക്കാമെന്നാണ് ഇന്നത്തെ ബോർഡ് തീരുമാനിച്ചിട്ടുള്ളത്. ഇപ്പോൾ തത്വത്തിൽ സർക്കാർ പാൽവില വർധനവിന് അംഗീകാരം നമുക്ക് മുന്നോട്ട് പോകുന്നതിന് അവർ സമ്മതം നൽകിയിട്ടുണ്ട്. ഇനിയിപ്പോൾ പെരുമാറ്റച്ചട്ടം ഉള്ളതുകൊണ്ട് അത് കഴിഞ്ഞ് നമ്മൾ പാൽവില വർധനവിൻ്റെ തീരുമാനം അടുത്ത ബോർഡിൽ തന്നെ അത് എടുക്കും എന്നുള്ള നിലപാടെടുത്തുകൊണ്ടാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഫെഡറേഷൻ സർക്കാരിന് നൽകിയ ശുപാർശ, അതായത് 4 രൂപ വച്ച് പാൽവില വർദ്ധിപ്പിക്കണമെന്ന് ശുപാർശ നൽകിയതായിട്ടാണ് മനസ്സിലാക്കുന്നത്. സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് അനുകൂലമായ ഒരു സമീപനമാണ് ഉണ്ടായിരുന്നത്. തുടർന്ന് ഇന്നത്തെ യോഗത്തിൽ തീരുമാനമെടുക്കും എന്ന് പ്രതീക്ഷിച്ചാണ് ഞങ്ങൾ യോഗത്തിൽ പങ്കെടുത്തത്. കൂടുതൽ വിവരങ്ങളുമായി ദേവിക ചേരുകയാണ്. ദേവിക, മിൽമ പാൽവില കൂട്ടാൻ ഡയറക്ടർ ബോർഡ് യോഗത്തിൽ ധാരണയായിരിക്കുന്നു അല്ലേ? തീർച്ചയായും ഈ പാൽവില കൂട്ടണമെന്നത് 6 മാസം കൊണ്ട് നടക്കുന്നൊരു ചർച്ചയാണ്. 6 മാസം മുൻപെടുത്ത തീരുമാനമാണ്. അതിലാണ് കഴിഞ്ഞ ദിവസം സർക്കാർ ഇത്തരത്തിൽ വില കൂട്ടാനുള്ള അനുമതി നൽകിയത്. 4 രൂപ മുതൽ 6 രൂപ വരെ ഈ മിൽമ പാൽവില വർദ്ധിപ്പിക്കണമെന്ന ശുപാർശയാണ് ഈ ബോർഡ് മുന്നോട്ട് വെച്ചത്. അതിനാണ് സർക്കാർ അനുമതി നൽകിയിട്ടുള്ളത്. പക്ഷെ നിലവിൽ ഈ തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നത് കൊണ്ട് മെയ് 6-ന് ശേഷമായിരിക്കും ഇതിലൊരു തീരുമാനം വരിക എന്നുള്ള കാര്യമാണ് അല്പസമയം മുൻപ് മിൽമ ബോർഡ് ചെയർമാൻ KS മണി വ്യക്തമാക്കിയത്. എത്ര രൂപയാണ് കൂടുന്നത് എന്ന കാര്യത്തിലാണ് ഇനി വ്യക്തത വരേണ്ടത്. ഈ ഒരു തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതുകൊണ്ട് മാത്രമാണ് നിലവിൽ എത്ര രൂപയാണ് കൂട്ടുന്നത് എന്ന കാര്യത്തിൽ ഒരു ധാരണയിൽ എത്താൻ സാധിക്കാത്തത്. എന്തായാലും മെയ് 6-ന് ശേഷം അടിയന്തര യോഗം ചേർന്ന് ഈ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കുമെന്ന് തന്നെയാണ് പറയുന്നത്. പക്ഷേ ഈ യോഗത്തിൽ ഇന്നൊരു തീരുമാനം ഉണ്ടാകുമെന്നായിരുന്നു മുൻപ് പുറത്തു വന്ന വാർത്തകൾ. ഈ ഒരു യോഗം തുടങ്ങിയ കുറച്ച് മണിക്കൂറുകൾക്ക് ഉള്ളിൽ തന്നെ എറണാകുളം യൂണിയൻ പ്രതിനിധികൾ പുറത്തേക്ക് വന്നിരുന്നു. അവർ പറയുന്നത് ഈ ഒരു ഇത്തരത്തിൽ ഈ മിൽമ പാൽവില വർദ്ധിപ്പിക്കുന്നതിന് പിന്നിൽ രാഷ്ട്രീയ അജണ്ടയുണ്ടോ എന്ന് സംശയിക്കുന്നു എന്ന കാര്യം തന്നെയാണ് അവർ വ്യക്തമാക്കിയത്. പക്ഷേ KS മണി വ്യക്തമാക്കുന്നത് ഇത്തരത്തിൽ ഈ പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നു എന്ന ഒരു കാരണം കൊണ്ട് മാത്രമാണ് ഇത്തരത്തിൽ ഈ മിൽമ പാൽവില വർദ്ധിപ്പിക്കാൻ സാധിക്കാത്തത്. പക്ഷേ ക്ഷീര കർഷകർക്ക് അതുകൊണ്ട് ഒരു പ്രശ്നം ഉണ്ടാക്കാത്ത രീതിയിൽ മറ്റ് സബ്സിഡികൾ അടക്കമുള്ളവ നൽകി ശ്രദ്ധയോടെ തന്നെയാണ് മിൽമ മുന്നോട്ട് പോകുന്നത് എന്ന കാര്യമാണ് വ്യക്തമാക്കുന്നത്. മായ ദേവികയാണ് വിവരങ്ങൾ നൽകിയത്. മിൽമ പാൽവില കൂട്ടാൻ ഡയറക്ടർ ബോർഡ് യോഗത്തിൽ ധാരണയായിരിക്കുന്നു. എത്ര രൂപ കൂട്ടും എന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ല എന്ന് മിൽമ ചെയർമാൻ അറിയിച്ചു. ആത്മീയതയുടെയും വികസനത്തിന്റെയും പുതുചരിത്രം കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വാരണാസിയിൽ. കാശി വിശ്വനാഥ ക്ഷേത്രത്തിലെ ഭക്തി നിർഭരമായ ദർശനത്തിന് പിന്നാലെ ആയിരക്കണക്കിന് കോടി രൂപയുടെ വികസന പദ്ധതികൾ പ്രധാനമന്ത്രി രാഷ്ട്രത്തിന് സമർപ്പിച്ചു. ഉത്തർപ്രദേശിന്റെ മുഖച്ഛായ മാറ്റുന്ന ഗംഗാ എക്സ്പ്രസ് വേയുടെ ഉദ്ഘാടനവും ഈ സന്ദർശനത്തിന്റെ പ്രധാന ആകർഷണമായി. देवेभ्यो विविदेवेभ्यो देवेभ्यो विदधाति ददाति विदेवेभ्यो देवेभ्यो विदधाति. ആത്മീയതയ്ക്കൊപ്പം തന്നെ വികസനത്തിനും തുല്യ പ്രാധാന്യം നൽകിക്കൊണ്ടാണ് പ്രധാനമന്ത്രി ഇത്തവണ വാരണാസിയിലെത്തിയത്. തന്റെ ലോക്സഭാ മണ്ഡലത്തിന്റെ പുരോഗതിക്കായി 6350 കോടി രൂപയുടെ വമ്പൻ പദ്ധതികൾക്കാണ് അദ്ദേഹം തുടക്കം കുറിച്ചത്. ഇതിനോടകം പൂർത്തീകരിച്ച 48 പദ്ധതികൾ അദ്ദേഹം രാഷ്ട്രത്തിന് സമർപ്പിച്ചു. റെയിൽവേ, ഗതാഗതം, ആരോഗ്യം തുടങ്ങിയ മേഖലകളിൽ വലിയ മാറ്റങ്ങൾ ലക്ഷ്യമിടുന്നതാണ് ഈ പദ്ധതികൾ. യാത്രാക്ലേശം പരിഹരിക്കാൻ വാരണാസി അസംഗഡ് റോഡ് വീതികൂട്ടൽ, പുതിയ റെയിൽവേ ലൈനുകൾ, ഗംഗാനദിക്ക് കുറുകെയുള്ള റെയിൽ കം റോഡ്, പാലം എന്നിവയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും തുടക്കമായി. ആരോഗ്യമേഖലയ്ക്ക് കരുത്തേകാൻ 500 കിടക്കകളുള്ള സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയുടെ തറക്കല്ലിടലും പ്രധാനമന്ത്രി നിർവഹിച്ചു. കൂടാതെ ബനാറസിൽ നിന്ന് പുനെയിലേക്കും അയോധ്യയിൽ നിന്ന് മുംബൈയിലേക്കും പുതിയ അമൃത് ഭാരത് എക്സ്പ്രസ് ട്രെയിനുകൾ അദ്ദേഹം ഫ്ളാഗ് ഓഫ് ചെയ്തു. കാശിയെയും പ്രയാഗ്രാജിനെയും ബന്ധിപ്പിക്കുന്ന 36,000 കോടിയിലധികം രൂപയുടെ ഗംഗ എക്സ്പ്രസ് വേയും ഈ സന്ദർശന വേളയിൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് VD സതീശനെ ഉയർത്തിക്കാട്ടി കോഴിക്കോട്ടും ഫ്ലെക്സ്. ടൂർണമെന്റ് ജയിച്ചാൽ കപ്പ് വാങ്ങുന്നത് ക്യാപ്റ്റനാകുമെന്ന് എഴുതിയ ഫ്ലെക്സ് ബോർഡാണ് ജില്ലാ കോൺഗ്രസ് ഓഫീസ് പരിസരത്ത് സ്ഥാപിച്ചിരിക്കുന്നത്. സെലക്ടറും പരിശീലകനും കപ്പ് വാങ്ങുന്നത് എതിർപ്പിന് ഇടയാക്കുമെന്നും പോസ്റ്ററിൽ മുന്നറിയിപ്പുണ്ട്. സേവ് കോൺഗ്രസ് ഫോറത്തിന്റെ പേരിലാണ് ഫ്ലെക്സ് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. കൊച്ചി അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ നിർമ്മിച്ച ഫുട്ബോൾ ടർഫ് ഉദ്ഘാടനം ചെയ്തു. അന്താരാഷ്ട്ര നിലവാരത്തിൽ 11 ഫുട്ബോൾ മത്സരങ്ങൾ നടത്താൻ കഴിയുന്നതാണ് ടർഫ്. മുതിർന്ന മാധ്യമപ്രവർത്തകനും 24 ന്യൂസ് മാനേജിംഗ് ഡയറക്ടറുമായ R. ശ്രീകണ്ഠൻ നായർ മുഖ്യാതിഥിയായ ചടങ്ങിൽ DGP രവാഡ ചന്ദ്രശേഖറാണ് ടർഫ് ഉദ്ഘാടനം ചെയ്തത്.
കൊച്ചി അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ക്യാമ്പസിൽ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും കായിക പരിശീലനത്തിനായാണ് പുതിയ ഫുട്ബോൾ ടർഫ് നിർമ്മിച്ചത്. അന്താരാഷ്ട്ര നിലവാരത്തിൽ 11 ഫുട്ബോൾ മത്സരങ്ങൾ നടത്താൻ കഴിയുന്നതാണ് ടർഫ്. മനസ്സും ശരീരവും അകന്നുപോകുന്ന കാലത്ത് കളികളിലൂടെ എല്ലാവർക്കും ഒരുമിക്കാൻ സാധിക്കട്ടെ എന്ന് ടർഫ് ഉദ്ഘാടന ചടങ്ങിൽ മുഖ്യാതിഥിയായ ഫ്ലവേഴ്സ് 24 ന്യൂസ് ചാനൽ മാനേജിംഗ് ഡയറക്ടർ ആർ ശ്രീകണ്ഠൻ നായർ പറഞ്ഞു. ഇവിടെ കാണുന്നവരെക്കാളും എണ്ണത്തിൽ കൂടുതൽ ആളുകൾ ഇത് ടർഫ് നാളെ ഉപയോഗിക്കുമെന്നാണ് എനിക്ക് മനസ്സിലാക്കാനുള്ളത്. പ്രത്യേകിച്ച് ആളുകളുടെ മനസ്സും ശരീരവും ഒക്കെ അകന്നു പോകുന്ന ഒരു കാലത്ത് കളിയിലൂടെ ഒരു ഐക്യദാർഢ്യം ഉണ്ടാകട്ടെ എന്ന് കൂടി ഞാൻ ആശംസിക്കുന്നു. അമൃത എന്ന് പറയുമ്പോൾ എനിക്ക് വളരെ വേണ്ടപ്പെട്ട സ്ഥാപനമാണ്. എപ്പോഴും അമൃതയിൽ എപ്പോഴും വരിക എന്ന് പറഞ്ഞാൽ എപ്പോഴും ആശുപത്രി വരിക എന്നർത്ഥമില്ല. എന്നാലും സ്വാമിജിയുടെ ഒക്കെ ഉള്ള ഒരുപാട് കാലത്തെ ബന്ധം കാരണം മിക്കവാറും നമ്മുടെ വീട്ടിലേക്ക് ആരെങ്കിലുമൊക്കെ ഇവിടെ ഉണ്ടാകാറുണ്ട്. അപ്പോൾ എങ്ങനെയായാലും അമൃതയിൽ വന്നു പോകുന്നതൊരു മനസ്സിന് സന്തോഷം പകരുന്ന ഒരു സംഭവമാണ്. മനുഷ്യരിൽ നേതൃത്വ ഗുണം വളർത്തുന്നതാണ് കായിക വിനോദങ്ങളെന്ന് ടർഫ് ഉദ്ഘാടനം ചെയ്ത് സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ പറഞ്ഞു. A football field is not merely a place where matches are played, but it is a place where minds are sharpened, character is strengthened, and above all, leadership is born. An institution that is inspired by the noble ideals of the great Mata Amrita Mai, whose life has been dedicated to the compassion, service, and uplifting humanity. Amma has beautifully said that the more we give love, the more love we receive. That message is very deeply relevant in sports, where cooperation, team spirit, and are the two foundations of success. Sports will be a great event which will make us not only healthier but also be better human beings. I always feel, because I always feel sports is one thing where rules have to be respected, whether you like it or not. The moment the referee whistles, we have to stop. That is the greatness of the sports, and the same thing we need to inculcate amongst us in the life also, to be much more better disciplined individuals, so that our nation builds on the discipline only. പുതിയതായി നിർമ്മിച്ച ടർഫിൽ ഏത് കാലാവസ്ഥയിലും മത്സരങ്ങൾ നടത്താനാകും. ഇന്റർ യൂണിവേഴ്സിറ്റി മത്സരങ്ങളും പ്രൊഫഷണൽ ടീമുകൾക്ക് പരിശീലനം നടത്താനും ടർഫിൽ സാധിക്കും. ഉദ്ഘാടന ചടങ്ങിൽ കൊച്ചി അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ക്യാമ്പസ് ഡയറക്ടർ സ്വാമി സംസിദ്ധാമൃത, ജില്ലാ ജഡ്ജ് തുഷാർ, കാലടി ആദിശങ്കര ഇൻസ്റ്റിറ്റ്യൂഷൻസ് മേധാവി അഡ്വക്കേറ്റ് ആനന്ദ്, ജിദ്ദ ചേംബർ ഓഫ് കൊമേഴ്സ് ഡയറക്ടർ ഷക്കീർ ഹുസൈൻ വലിയകത്ത് തുടങ്ങിയവരും പങ്കെടുത്തു. അമൃത ന്യൂസ്, കൊച്ചി. ശബരിമല യുവതീ പ്രവേശന പുനഃപരിശോധനാ ഹർജിയിൽ സുപ്രീം കോടതിയിൽ വാദം പുരോഗമിക്കുകയാണ്. ശബരിമലയിൽ പോയ യുവതികൾ വിശ്വാസികളാണോ എന്ന് ജസ്റ്റിസ് നാഗരത്ന ചോദിച്ചു. രണ്ടുപേരും കേരളത്തിൽ നിന്നുള്ളവരും ഹിന്ദുക്കളാണെന്നും ഇന്ദിരാ ജയ്സിംഗ് പറഞ്ഞു. യുവതീ പ്രവേശനം അനുവദിച്ച വിധി ഇപ്പോഴും നിലനിൽക്കുന്നുവെന്നും ഇന്ദിരാ ജയ്സിംഗ് കോടതിയിൽ വാദിച്ചു. യുവേഫ ചാമ്പ്യൻസ് ലീഗ് രണ്ടാം സെമിയിൽ ആഴ്സണൽ അത്ലറ്റിക്കോ മാഡ്രിഡിനെ നേരിടും. ഇന്ന് രാത്രി 12:30-ക്കാണ് മത്സരം. ആദ്യപാദ സെമി ഫൈനലിൽ ബയേൺ മ്യൂണിക്കിനെ തകർത്ത് PSG. 4-നെതിരെ 5 ഗോളുകൾക്കായിരുന്നു PSG-യുടെ ജയം. ഉച്ചവാർത്ത പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾ കാണാം ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. നമസ്കാരം.